ഇന്ന് നമ്മളുള്ളത് പാട്രാക്കിൽ നമ്മുടെ പെരിങ്ങാവ് സെന്ററിന് അടുത്ത് വരുന്ന ഒരു ഗോൾഡൻ യൂസ്ഡ് കാർ ഷോറൂമിലാണ്. അപ്പോൾ ഈ ഷോറൂമിൽ നമ്മളൊരു പ്രത്യേകമായിട്ടുള്ള കുറച്ച് ഹാച്ച് ബാക്ക് വണ്ടികളെ പരിചയപ്പെടുത്താൻ, അതും ഡീസൽ. ഞാനിപ്പോൾ ഇവിടെ ഷോറൂമിൽ മൊത്തം നോക്കി കഴിഞ്ഞാൽ ഒരുപാട് 7 സീറ്ററുകളും ചെറുവണ്ടികളും ഒക്കെ നല്ല ക്ലീൻ പീസ് വണ്ടികൾ ഒരുപാട് കിടക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത്, കാരണം എല്ലാ വണ്ടികളും നടന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ടാസ്ക് ആയതുകൊണ്ട് ഇതിൽ സെലക്റ്റീവായിട്ട് ഞാൻ കുറച്ച് ഹാച്ച് ബാക്കുകൾ, അതും ഹാച്ച് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ ഹാച്ച് ബാക്കുകൾ. കാരണം ഒരുപാട് പേര് ഡെയിലി പർപ്പസിന് ഡീസൽ കാർ നമ്മുടെ ചാനലിൽ ചോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഹാച്ച് ബാക്കിൽ തന്നെ ഡീസൽ കാറുകളെ ഫോക്കസ് ചെയ്യണത്. അപ്പോൾ ഡീസൽ ഹാച്ച് ബാക്കുകളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതിൽ തന്നെ ഞാൻ ജസ്റ്റ് അതിന് തൊട്ട് മുന്നായിട്ട് ഒരു കിഡിലൻ ഇന്നോവ ഒറിജിനൽ കേരള KL46 ഗുരുവായൂർ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള 17 ഇഞ്ച് അലോയ്സ് കഴിയുള്ള ഒരു കിഡിലൻ ഇന്നോവയുടെ കാര്യം കൂടി ഞാൻ പറയാം. ഇതിലൊരു XUV കൂടി കിടക്കുന്നുണ്ട് കേട്ടോ. ആ XUVയുടെ കാര്യം ഇന്നോവ, ഇത് രണ്ടും മാത്രമാണ് നമ്മുടെ ഈ ഷോറൂമിൽ, ഗോൾഡൻ യൂസ്ഡ് കാർ ഷോറൂമിൽ 7 സീറ്റർ ആയിട്ട് കിടക്കണം. താഴെ കാണുന്ന നമ്പർ എന്ന് പറയുന്നത് ഈ ഷോറൂമിൻ്റെ ഓണറുടെ നമ്പറാണ്. അപ്പോൾ പുള്ളിനെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള മറ്റു വണ്ടികളുടെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന വണ്ടികളുടെ കൂടുതൽ വിവരങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാനും പറ്റും. വണ്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ടൗണിൽ റൗണ്ടിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറിയിട്ടുള്ള പെരിങ്ങാവ് സെൻറ്ററിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു അടിപൊളി ഷോറൂമാണ്. സോ ഇന്നോവ താല്പര്യമുള്ളവർക്ക് വേണേൽ മേടിക്കാം. ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില 4,35,000 അതിനുള്ള പക്ക ക്വാളിറ്റി വണ്ടിക്കുണ്ട്. കാരണം ഇവിടെ നിന്ന് പറഞ്ഞാൽ ഒരു തരി റീപെയിൻറ്റ് പോലും വണ്ടിക്ക് വന്നില്ല. കാരണം എനിക്കാണെങ്കിൽ ബമ്പർ പോലും കറക്റ്റ് റീപെയിൻറ്റ് ഇല്ലാണ്ട് കമ്പനി കണ്ടീഷനിൽ കിടക്കുന്നതാണ്. മെയിൻ ഗ്ലാസ് 2007 രജിസ്ട്രേഷനിലാണ് മെയിൻ ഗ്ലാസ് എടുക്കുന്നത്, റീപ്ലേസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. ഇനി നമുക്ക് മൊത്തം ഞാൻ സെഡാനല്ല ഹാച്ച് ബാക്ക് വണ്ടികൾ ഞാൻ കാണിച്ചു തരാം. ഹാച്ച് ബാക്ക് വണ്ടികളിലെ ഡീസൽ വണ്ടികൾ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു 7 സീറ്റർ XUV കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം വീഡിയോയുടെ ലാസ്റ്റ്. സോ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഹാച്ച് ബാക്കിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാച്ച് ബാക്ക്, ടൊയോട്ടയുടെ ലിവ 2012 മോഡൽ ഡീസൽ. ഈ വണ്ടിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം, ഡെയിലി യൂസിന് അത്രയും പക്കയാണ്. കാരണം ഒരു റഫ് യൂസ്, നമുക്കിപ്പോൾ മാർക്കറ്റിംഗ് ഉള്ളവർ, സെയിൽസ് ഉള്ളവർ, അല്ലെങ്കിൽ ഡെയിലി ഒരുപാട് ഡ്രൈവ് ചെയ്യണവർക്കൊക്കെ പറ്റുന്ന ഒരു കിഡിലൻ ഡീസൽ വണ്ടിയാണത്. 2012 മോഡലാണ് വണ്ടി വരുന്നത്. ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില 3,40,000 രൂപയാണ് ആകെ ചോദിക്കുന്നത്. പിന്നെ ആ പാർട്ടീനെ നേരിട്ട് വിളിച്ച്, അല്ലെങ്കിൽ ഷോറൂമിലേക്ക് നേരിട്ട് വിളിച്ച് റേറ്റിൻ്റെ കാര്യമൊക്കെ നമുക്ക് സംസാരിക്കാം. അടുത്തത് ഒരു ചെറിയൊരു സിമ്പിൾ ഡീസൽ കാറാണ്, ഗ്രാൻഡ് ഐറ്റൺ 2013 മോഡൽ ഗ്രാൻഡ് ഐറ്റൺ ആണ് വരുന്നത്. അപ്പോൾ ഇത് സിംഗിൾ ഓണർഷിപ്പിൽ ലൈഫ് ടാക്സ് വരുന്ന വണ്ടി. ഈ വണ്ടിയുടെ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 71,000 കിലോമീറ്റർ ഓടിയ ഡീസൽ കാർ കേട്ടോ. അടിപൊളി വണ്ടിയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വെറും 3,30,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അടിപൊളി ഗ്രാൻഡ് ഐറ്റം കൊണ്ടുപോകാം. ഇതാണ് വണ്ടി. അപ്പോൾ ഈ വണ്ടി മൊത്തത്തിലൊന്ന് നോക്കുക, ഇൻട്രസ്റ്റ് ഉള്ളവർ പറയാം. ഇതും ഗുരുവായൂർ രജിസ്ട്രേഷനിൽ KL46 നിൽക്കുന്ന ഒരു നല്ല വണ്ടി. ഇനി അടുത്തത് ഒരു റിറ്റ്സ്, ഇത് 3,15,000 രൂപ ചോദിക്കുന്നു. 2013 മോഡല് VDI ആണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു അടിപൊളി റിറ്റ്സ് ആണ്. KL8 രജിസ്ട്രേഷനിൽ വരുന്ന നല്ല സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു സൂപ്പർബ് വണ്ടിയാണ്. അപ്പോൾ ഈ വാഹനം താല്പര്യമുള്ളവരെന്നുണ്ടെങ്കിൽ പറയാം. 1,10,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള പക്ക സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള സൂപ്പർ വണ്ടിയാണ്. വെറും 3,15,000 നല്ലൊരു ഡീസൽ റിറ്റ്സ് നിങ്ങൾക്ക് കൊണ്ടുപോകും. ഇനി അടുത്തത് ഈ സ്വിഫ്റ്റ് ആണ് വരുന്നത് കേട്ടോ. ഇത് 2011 മോഡലാണ്. റീടെസ്റ്റ് പാസ്സായി എടുക്കുന്നുണ്ട്. 2026 നല്ല ക്ലീൻ പീസ് വണ്ടി. ടാക്സ് ഒക്കെ അടച്ചിട്ട് 2003 മാസത്തിൽ ടാക്സ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി കേട്ടോ. 1,30,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ വണ്ടിയാണ്. 2,35,000 രൂപ അത് ടെസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്തിട്ടുള്ള കാരണം ഇനിയിപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വേറെ ഒന്നും നോക്കാനില്ല, വണ്ടി മേടിക്കുക, ഉപയോഗിക്കുക. 2011 സൂപ്പർ വണ്ടി കേട്ടോ. ഇനി അടുത്തൊരു വണ്ടി എന്ന് പറയുന്നത് നമുക്ക് ഡീസലിൻ്റെ തന്നെ വരുന്ന ഒരു റിറ്റ്സ് ആണ്, അല്ല സ്വിഫ്റ്റ് ആണ് വരുന്നത്. ഇതൊരു ബ്ലൂ കളർ വണ്ടിയാണ്. അപ്പോൾ ഈ ഷെയ്ഡിൽ ആയതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവുണ്ടാവില്ല. 2013 മോഡൽ വണ്ടി, ഡീസൽ വരുന്നത്. 1,19,000 കിലോമീറ്റർ ഓടിയ VDI ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വയ്ക്കുന്നത് 2,80,000 രൂപയ്ക്ക് ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2013 രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ ഈ റേറ്റ് വളരെ നെഗോഷ്യബിൾ പ്രൈസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ല റേറ്റാണ്. അപ്പോൾ ഈ വണ്ടി അത്യാവശ്യം നല്ലൊരു റേറ്റിൽ നമുക്ക് ചെയ്യാവുന്ന. ഇനി നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് പോകണ്ട, നമുക്കിവിടെ ഒരു വിസ്റ്റ എടുക്കുന്നുണ്ട്, അതൊന്ന് നോക്കാം. ഇത് ടാറ്റയുടെ വിസ്റ്റയാണ്. ഈ വിസ്റ്റ റേറ്റ് പറയുന്നത് 1,60,000 രൂപയ്ക്ക് സിമ്പിളായിട്ടൊരു ഡീസൽ കാറാണ്. അപ്പോൾ ഇതിൻ്റെ എഞ്ചിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. വിസ്റ്റ എന്ന് പറയുന്നത് നമുക്ക് റഫ് യൂസ് ചെയ്യാനും നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്നൊരു അടിപൊളി വണ്ടിയാണ് ടാറ്റയുടെ വിസ്റ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. അപ്പോൾ ഇവിടുത്തെ കുറേ വണ്ടികൾ വേറെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വോക്സ് വാഗൻ്റെ വെൻ്റ് അല്ലേ ഇത്, വോക്സ് വാഗൻ വെൻ്റോ എടുക്കുന്നുണ്ട്, പിന്നെ ലിനിയ എടുക്കുന്നുണ്ട്, പിന്നെ ഈ ജീപ്പ് കോമ്പസ് എടുക്കുന്നുണ്ട്.
ഇതാണ് നമ്മൾ അടുത്ത പറഞ്ഞ സ്വിഫ്റ്റ്. ഇത് വെറും 3 ലക്ഷം രൂപ മാത്രമാണ് ഈ വണ്ടിക്ക് ചോദിക്കണേ. ഇതിന് ഡീസൽ 2011 മോഡൽ VDI ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി KL 46 ഗുരുവായൂർ രജിസ്ട്രേഷനിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയിട്ട് നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. വെറും 3 ലക്ഷത്തിന്. ഇനിയിപ്പോൾ നമ്മുടെ ഒരു ലാസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് റിറ്റ്സ്. ഇതാണ് റിറ്റ്സറിനുള്ളത്. നമ്മുടെ 2000 മോഡൽ വരുന്നത് 2010 മോഡൽ വണ്ടി കേട്ടോ. ഫുള്ള് പക്ക കണ്ടീഷനിലാണ് 2010 മോഡൽ വണ്ടി. വേറെ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. ഒറിജിനൽ കേരള നല്ല നീറ്റ് വണ്ടിയാണ്. KL 60 വരുന്ന വണ്ടി. ഈ വണ്ടിക്ക് വെറും 1,80,000 രൂപയാണ് ചോദിക്കണം. സോ ഇത്രയും വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ മൊത്തം കണ്ടപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും രീതിയിൽ ഒരു ഡീസൽ കാറ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന നല്ലൊരു കാറാണിത്. ഇത് ആക്ച്വലി സെയിലായി എന്ന് പറഞ്ഞു, അഡ്വാൻസ് ആയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ കയ്യിൽ പറയാത്തത്. ഇനി ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ലാസ്റ്റ് ഒരു XUV പറയാമെന്ന് പറഞ്ഞില്ലേ, 2012 മോഡൽ ഒരു അടിപൊളി XUV കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 2012 മോഡൽ XUV ഒരെണ്ണം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2012 XUV ആണ്. അപ്പോൾ ഇത് KL 1 എടുക്കുന്ന XUV W8 ആണ്. വെറും 87,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി ആകെ ഓടിയിട്ടുള്ളത് കേട്ടോ. ഈ വണ്ടി റേറ്റ് എന്ന് പറയുന്നത് 4,40,000 രൂപയ്ക്കാണ് ഇത് ആകെ ചോദിക്കണേ. അപ്പോൾ അടിപൊളി 7 സീറ്റർ നോക്കുന്ന ആൾക്ക് KL 1 രജിസ്ട്രേഷനിൽ എടുക്കുന്ന വണ്ടി. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ 2 പ്രീമിയം എന്ന് പറയുന്നില്ല, 2 7 സീറ്റർ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളെ നമ്മൾ പരിചയപ്പെട്ടു. ഇന്നോവയും XUV. ഇത് താല്പര്യമുള്ളവരാണെങ്കിൽ വിളിക്കുക. പിന്നെ ഡീസൽ ഡെയിലി യൂസിന് പറ്റുന്ന ഹാച്ച് ബാക്കുകൾ, അതായത് ഇപ്പം എന്നെ പോലെയുള്ളവർക്ക്, നമ്മൾക്ക് പറയുന്നത് രാവിലെ കാലത്ത് 9 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ കാറിൻ്റെ ഉള്ള നമ്മുടെ ജീവിതം. കാറിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുക, ഷോറൂമുകൾ കയറി കറങ്ങുക, വണ്ടികളുടെ അടുത്തേക്ക് പോവുക, ഷൂട്ട് ചെയ്യുക, അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഡ്യൂട്ടിയാണ് നമ്മുടെ വരുന്നത്. അപ്പോൾ നമ്മളതിന് വേണ്ടി ഡെയിലി യൂസിന് നമ്മളൊരു സ്വിഫ്റ്റാണ് യൂസ് ചെയ്യണം. അപ്പോൾ അതേപോലെയുള്ള ഹാച്ച് ബാക്ക് ഡെയിലി പർപ്പസിന് യൂസ് ചെയ്യാവുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു വണ്ടികളാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറയാം, ഒരു എട്ടിയോസ് കാണിച്ചു, ഐ10 ഗ്രാൻഡ്, റിറ്റ്സ്, സ്വിഫ്റ്റ്, 2 സ്വിഫ്റ്റ് കാണിച്ചു, 3 സ്വിഫ്റ്റ് കാണിച്ചു, റിറ്റ്സ് പറഞ്ഞ കൂടെ കാണിച്ചു, വിസ്റ്റ കാണിച്ചു, പിന്നെ ഇന്നോവ XUV കാണിച്ചു. സോ ഇത്രയും വണ്ടികളാണ് നമ്മുടെ വരുന്നത്. സോ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും വേണം വിളിക്കുക. നമ്മുടെ ഷോറൂം വരുന്നത് പാട്രാക്കിൽ പെരിങ്ങാവ് സെൻറ്ററിൻ്റെ തൊട്ടടുത്താണ് വരുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ ഞാൻ ഈ ഷോറൂമിൻ്റെ ഓണർ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവരെ വിളിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽ നിങ്ങൾ സംസാരിക്കാം. നേരിട്ട് ഷോറൂമിൽ വന്ന് വണ്ടി കണ്ടിട്ട് മേടിച്ച് കൊണ്ടുപോകുന്നതാണ്. പിന്നെ മാക്സിമം വണ്ടികൾക്ക് ലോണും കാര്യങ്ങളൊക്കെ അവൈലബിൾ ഉണ്ട്. സോ താല്പര്യം ഉണ്ടെങ്കിൽ വേണം വിളിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ഷോറൂമിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.